ബംഗ്ലാദേശ് സർക്കാർ ജയിലിലടച്ച ഇസ്കോൺ പുരോഹിതൻ ചിന്മോയ് കൃഷ്ണ പ്രഭു മരണം വരെ നിരാഹാരം ആരംഭിച്ചു. ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റ് രാധാരാമൻ ദാസാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ഹിന്ദു വംശഹത്യക്കെതിരെ സംസാരിച്ചതിനായിരുന്നു ഇസ്കോൺ ആചാര്യനെ ധാക്കയിൽ അറസ്റ്റ് ചെയ്തത്. ചിന്മോയ് കൃഷ്ണ പ്രഭുവിന് നേരെ നടക്കുന്ന നീതി നിഷേധത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇസ്കോൺ പുരോഹിതനിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യക്കെതിരെ സംസാരിച്ചതിനും അതിനെതിരെ പ്രതിഷേധം നടത്തിയതിനുമായിരുന്നു ഇസ്കോൺ ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസിനെ ധാക്കയിൽ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്കോൺ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിൽ ധാക്കയിൽ ജയിലിൽ ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസ് മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു എന്നുള്ളതാണ്. ചിന്മോയ് കൃഷ്ണദാസിനെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ജയിലിൽ അടച്ചിട്ടുള്ളത്. അത് സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്നും അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിനും പ്രതിഷേധിച്ചതിനുമാണ് ഈ ഹിന്ദു സന്യാസിയെ സർക്കാർ അറസ്റ്റ് ചെയ്യുകയും രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചെയ്യാത്ത കുറ്റങ്ങളും വകുപ്പുകളും ചുമത്തിക്കൊണ്ട് ജയിലിൽ അടച്ചത് എന്നുള്ളത് നേരത്തെ തന്നെ ഇസ്കോൺ വ്യക്തമാക്കിയിരുന്നു. അതിനെതിരെ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ധാക്കയിലുമൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നടന്നിരുന്നു. പക്ഷേ ബംഗ്ലാദേശ് ഈ വിഷയങ്ങളിൽ കർശനമായ നടപടി സ്വീകരിക്കുകയും ഹിന്ദു അവകാശത്തിന് വേണ്ടി സംസാരിച്ചവർ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിന് വേണ്ടി സംസാരിച്ചവർക്കെതിരെയെല്ലാം തന്നെ കർശനമായ നടപടി സ്വീകരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ജയിലിൽ മരണം വരെ നിരാഹാരം ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസ് ആരംഭിച്ചിട്ടുള്ളത്. ഇസ്കോൺ വൈസ് പ്രസിഡന്റ് രാധാരാമൻ ദാസ് ആണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ വർഷം നവംബറിലാണ് ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി സന്യാസി സമൂഹം ഒപ്പം ബംഗ്ലാദേശിൽ ശേഷിക്കുന്ന ഹിന്ദു സമൂഹവും ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള പാഴ്സി ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗവും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ന്യൂനപക്ഷ ഹിന്ദു വംശഹത്യക്കെതിരെ പ്രതിഷേധം നടത്തിയിരുന്നു. അതിന് നേതൃത്വം നൽകിയതിനാണ് ചിന്മോയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കോടതിയിൽ ചിന്മോയ് കൃഷ്ണദാസിനെ ഹാജരാക്കുമ്പോഴും കേസ് വാദിക്കാൻ വേണ്ടിയിരുന്നിരുന്ന അഭിഭാഷകനെ അവിടെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അഭിഭാഷകന്റെ വീട്ടിൽ കയറി അതിക്രൂരമായി മർദ്ദിക്കുകയും അതിക്രൂരമായി ആക്രമിച്ചതിന്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ നീതി നിഷേധം ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഹിന്ദു ആചാര്യന്മാർക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദു അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവർക്ക് വേണ്ടി ഉണ്ടാകുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ജയിലിൽ ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസ് മരണം വരെ നിരാഹാരം ആരംഭിച്ചത്. വിനോദ്, ബംഗ്ലാദേശ് സർക്കാർ ജയിലിലടച്ച ഇസ്കോൺ പുരോഹിതൻ ചിന്മോയ് കൃഷ്ണ പ്രഭു മരണം വരെ നിരാഹാരം ആരംഭിച്ചു. ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റ് രാധാരാമൻ ദാസ് ആണ് ഇക്കാര്യം പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ബംഗ്ലാദേശിൽ തുടരുന്ന ഹിന്ദു ഹത്യക്കെതിരെ ഉള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇസ്കോൺ ആചാര്യൻ്റെ ഈ പ്രതിഷേധ സമരം ജയിലിൽ ആരംഭിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.